ഹായ് ദൃശ്യം 3 ചരിത്രം കുറിക്കുകയാണ്. സിനിമയുടെ മൂന്നാമത്തെ ദിവസം സിനിമ 100 കോടി എന്ന നേട്ടം മറികടക്കുകയാണ്. മലയാള സിനിമയിലെ 16ാമത്തെ 100 കോടി ചിത്രമാണ് ദൃശ്യം 3. ഈ വർഷത്തെ മൂന്നാമത്തെ 100 കോടി ചിത്രം. ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രം. എമ്പുരാൻ എന്ന സിനിമ 2 ദിവസം കൊണ്ടാണ് 100 കോടി നേടിയത്. ദൃശ്യം 3ക്ക് 3 ദിവസമാണ് 100 കോടി നേടാൻ വേണ്ടി വന്നത്. മൂന്നാം സ്ഥാനത്തുള്ളതും മോഹൻലാൽ ചിത്രം തന്നെയാണ് തുടരും എന്ന മോഹൻലാൽ ചിത്രം. 6 ദിവസം കൊണ്ടാണ് തുടരും 100 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യം 3 ഒരു ചെറിയ ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമ വലിയ വിജയമാണ്. സിനിമയുടെ 2ാം ദിവസത്തെ കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് 33 കോടി 40 ലക്ഷം നേടി എന്നുള്ള ഒരു കണക്കാണ്. അതായത് 2ാം ദിവസം സിനിമ 33 കോടി 40 ലക്ഷം നേടി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിലെ സെക്കൻഡ് ഡേയിലെ ഏറ്റവും വലിയ കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമ 2ാം ദിവസം 33 കോടി 30 ലക്ഷമാണ് നേടിയെടുത്തത്. ആ റെക്കോർഡാണ് ദൃശ്യം 3 മറികടന്നിരിക്കുന്നത്. 33 കോടി 40 ലക്ഷമാണ് ദൃശ്യം 3 നേടിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് 77 കോടിയോളം, ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം 77 കോടിയോളം നേടിയെടുത്ത സിനിമ ഇന്നത്തോടുകൂടി 100 കോടി എന്ന നേട്ടം മറികടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഗംഭീര കളക്ഷനാണ് ഇന്നും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നാളത്തെ ബുക്കിങ്ങും അതിഗംഭീരമാണ്. അതായത് സിനിമ 100 കോടിയിലോ 150 കോടിയിലോ 200 കോടിയിലോ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഗംഭീര കളക്ഷൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇനി അവധിയാണ്. അതായത് 3 ദിവസം കഴിഞ്ഞാൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഗംഭീര കളക്ഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 20 കോടിക്ക് മുകളിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം. മലയാളത്തിലെ ഏറ്റവും വലിയ താരം താൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ 5ാമത്തെ 100 കോടി ചിത്രമാണ്. മറ്റൊരാൾക്കും ഒന്നിൽ കൂടുതൽ 100 കോടി ചിത്രങ്ങളില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. മോഹൻലാലിനോടൊപ്പം ഒരാളെ പോലും താരതമ്യം ചെയ്യാനില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും അവിടെ മത്സരിക്കാൻ ആളുകളുണ്ട്. ഇവിടെ ലാലേട്ടനോടൊപ്പം മത്സരിക്കാൻ ഒരാൾ പോലുമില്ല. പല ആൾക്കാരും ഇരുന്ന് കരയുന്നുണ്ട്. ആ കരച്ചിലിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ദൃശ്യം 3 ആ കരയുന്ന ആൾക്കാർ പറയുന്നത് പോലെ ഒരു മോശം സിനിമയാണ് എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു മോശം ചിത്രം വെച്ച് വെറും 3 ദിവസം കൊണ്ട് 100 കോടി നേടുക എന്നുള്ളത് സാധാരണപ്പെട്ട ഒരാളെ കൊണ്ട് സാധിക്കില്ല. അവിടെയും അവർ പരാജയപ്പെടുകയാണ്. അതായത് മോശം സിനിമയാണ് എന്ന് പറഞ്ഞു വരുത്തുന്നു. ആ സിനിമ വെറും 3 ദിവസം കൊണ്ട് 100 കോടി നേടുന്നു. ഇവിടെ അവരുടെ താരത്തിന്റെ മികച്ച സിനിമകൾക്ക് 80 കോടിക്ക് മേലെ കടക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും മലയാള സിനിമ വളരുകയാണ്, ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യം 3യുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 30 കോടിയിലേക്കും എത്തും എന്നുള്ളതും എടുത്തു പറയുന്നു. വീക്കെൻഡ് കഴിയുമ്പോൾ സിനിമയുടെ കളക്ഷൻ 40 കോടിയായി മാറും. എന്തായാലും തിയേറ്ററുകളിൽ ദൃശ്യം 3 ഫാമിലിയെ നിറച്ചിരിക്കുകയാണ്. മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഇളകിയിരിക്കുന്നു. എല്ലാവരും തിയേറ്ററിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തിയേറ്ററുകളിൽ ജനപ്രളയമാണ്. കളക്ഷൻ അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ഓരോ മണിക്കൂറിലും ഇന്നും 20,000-ന് മുകളിൽ തന്നെയാണ് ടിക്കറ്റ് വിൽപ്പന. ഇത് ലാലേട്ടന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.